പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യാണ് ടങ് ട്വിസ്റ്റർ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. ഞാനൊരു വാചകം പറയുമ്പോൾ വളരെ കൃത്യമായും സ്പഷ്ടമായും നിങ്ങൾക്കത് 10 പ്രാവശ്യം പറയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ്ണ സമ്മാനം ലഭ്യമാണിതാ. നിങ്ങൾക്ക് ഏവർക്കും കടന്നു വരാം. ഈ ഒരു സുവർണ്ണ അവസരം പാഴാക്കാതെ നിങ്ങൾ കടന്നു വരൂ. സുഹൃത്തേതാ ക്യാമറമാനെ, നീ പറഞ്ഞിട്ടുണ്ടോ ഓർമ്മയുണ്ടല്ലോ, ആര് വന്ന് കണ്ടാലും അപ്പ കയറി പിടിച്ചോളാം. നിന്റെ പെർഫോമൻസ് തെളിയിക്കണം. നീ എവിടെ താഴോട്ട് പിടിക്കുന്നു, നിന്നോട് ഞാൻ പറഞ്ഞിട്ടേ മുകളിലോട്ട് മാത്രം പിടിച്ചാൽ മതി. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്ന വാചകം നിങ്ങൾ വളരെ കൃത്യമായും സ്പഷ്ടമായും പറയുകയാണെങ്കിൽ ആർക്കായാലും ആ സ്പോട്ടിൽ ഞങ്ങളൊരു സ്വർണ്ണ സമ്മാനം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കടന്നു വരൂ. ആര് വേണമെങ്കിലും ആരായാലും കണ്ടോ അപ്പ പിടിച്ചോളാം. ഇന്നാളാന്ന് നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? ആരും വരുന്നില്ല. പ്രിയമുള്ളവരെ, നോക്കി നിൽക്കാതെ കാത്തു നിൽക്കാതെ കടന്നു വരൂ. ഒരു സുവർണ്ണ സമ്മാനം. എന്ത് വൃത്തിയാണ്? സോറി സാർ, ഞങ്ങളൊരു TV പ്രോഗ്രാമിൽ നിന്ന് വരികയാണ്. അതെ, ഞങ്ങളൊരു പുതിയ ലേറ്റസ്റ്റ് പ്രോഗ്രാമായ ടങ് ട്വിസ്റ്റർ എന്ന പ്രോഗ്രാമിൽ നിന്നും വരികയാണ്. ഞങ്ങൾ ഒരു പുതിയ പ്രോഗ്രാമാണിത്. അതായത് ഞാനൊരു വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ സ്പഷ്ടമായും കൃത്യമായും 10 പ്രാവശ്യം ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്വർണ്ണ സമ്മാനം ലഭ്യമാണ്. അപ്പൊ നമ്മുടെ പടം ടിവിയിലൊക്കെ വരും. കുടുംബത്തിലൊക്കെ ഇരുന്ന് കാണാം. അപ്പൊ ഞാൻ ആ വാചകം പറയട്ടെ. ഞാൻ ഈ വാചകം പറയുമ്പോൾ ആ വാചകം നിങ്ങൾ വളരെ കൃത്യമായി സ്പഷ്ടമായി 10 പ്രാവശ്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർണ്ണ സമ്മാനം ലഭ്യമാണ്. ഓക്കെ, പിടിച്ചോ. പറയാൻ പോണ് ലോറി റാലി പോലൊരു ഒന്നുകൂടെ ലോറി റാലി പോലൊരു സൈക്കിൾ റാലി പോലെ ലോറി റാലി അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? സൈക്കിൾ റാലി പോലെ ലോറി റാലി, സൈക്കിൾ റാലി പോലെ ലോറി റാലി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറ്റിച്ച് ഈ ടിവിക്കാരെ കൊണ്ട് തോറ്റ് എപ്പോ പറ്റിച്ചോണ്ടിരിക്കും. ഞാൻ വേറൊരു വാചകമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ ഒരു സാമ്പിൾ ആയിട്ടാണ്. സാമ്പിളാണ്. എടാ നീ എന്ന് എണീച്ചു വിടുന്നേ. നിന്നോട് ഞാൻ പറഞ്ഞില്ല താഴോട്ട് പിടിക്കണ്ട. അത് തുടങ്ങല്ലേ? എനിക്ക് പറ്റിക്കല്ലോ. ഇല്ല, പറ്റിക്കല്ല. അടുത്ത വാദം പറയാണ് കളകളമിളകുമ്പോൾ ഒന്നുകൂടെ. സോറി കളകളമിളകുമ്പോൾ സാറേ, കളകളം ഇളകുമ്പോൾ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം അല്ലേ? കളകളം ഇളകുമ്പോൾ ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളം ഇളകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളം ഇളകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു പുളകം. കളകളം ഇളകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളം ഇളകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. കളകളം ഇളകുമ്പോൾ അരുവിയിൽ അലകളിൽ ഒരു കുളിർ ഒരു പുളകം. ഇവിടെ സമ്മാനം സമ്മാനം എടുക്കാൻ ഇങ്ങോട്ട്. ബാക്കിയുള്ള കഷ്ടപ്പെട്ട് പറഞ്ഞാൽ സമ്മാനം എടുക്കും ഇങ്ങോട്ട്. എന്താണ് സമ്മാനം വേണോ? എനിക്ക് സമ്മാനം വേണോ? സമ്മാനം വേണം. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ പറഞ്ഞാൽ സമ്മാനം എടുക്ക്. എന്റെ ശരീരമൊക്കെ ഒന്ന് അനക്കിയിട്ട് ചിക്കൻ ബിരിയാണി കഴിച്ചില്ലേ? അത് മനസ്സിലായി മോനെ. അല്ല, നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ കണ്ണൂരാ. കണ്ണൂർ അവിടെ ഒരു പള്ളിയില്ലേ? കണ്ണൂർ പള്ളി ഉണ്ടല്ലോ. പള്ളിന്റെ സൈഡിൽ ഒരു ഭണ്ണാര, കുറച്ചപ്പുറം ഒരു അമ്പലത്തിന്റെ മുമ്പിൽ ഗോപുരൊക്കെ ആയിട്ട്. കണ്ണൂര് നല്ല പരിചയമാണല്ലേ? അതിന് വലിയ പരിചയമൊന്നും വേണ്ടല്ലോ. കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? എല്ലാ സ്ഥലത്തും അമ്പലവും പള്ളിയൊക്കെ ഉള്ളതല്ലേ? ഭയങ്കര വിറ്റ്. കാല് കംപ്ലീറ്റ് ചാണകത്തിൽ കൊണ്ട് കുത്തിയില്ല മോനെ. ചാണകത്തിൽ കുത്തിയല്ലോ. ഇതാണ് ഷൂ എന്ന് പറയും. അതിനെങ്ങനെ വലിയ വിലയാകുവോ ഇതിനോ? ഈ ഷൂ ഉണ്ടല്ലോ, വുഡ്ലാൻഡിന്റെ ഷൂ. വുഡ്ലാൻഡിന്റെ. അപ്പൊ സ്വന്തമായിട്ടൊന്നുമില്ല. വുഡ്ലാൻഡ് വലിയൊരു കമ്പനിയാണ്, ഇന്റർനാഷണൽ കമ്പനി. അത് ഞാൻ കേട്ടിട്ടല്ലോ. ഇതിനെത്ര വില പറയുന്നറിയോ? 1750 രൂപ ഒരു സാധനത്തിന്. ഒറ്റൊന്നുണ്ട്. ഇതേണ്ട ഈ സാധനം കണ്ട? ഈ സാധനം കുഴപ്പമില്ലല്ലേ? തിരക്കടില്ല. കുറച്ച് ലൂസാണോ? സംഭവം നല്ല ഫിറ്റ് അല്ലേ? അതെയാ. എത്ര കൊടുത്തതിന്? കൊടുത്ത ആളോട് ചോദിക്കണ്ടേ? ഇവിടുന്ന് എടുത്തത്? ഇത് ഏറ്റവും നല്ലത് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. ഗോൾഡ് എടുക്കാനുള്ള ഷൂ എടുക്കാണോ? അതെ, എല്ലാരും ഷൂ പുറത്തയച്ചിട്ട് ഗോൾഡ് എടുക്കാൻ പോകുന്നത്. ഞാനത് എടുത്ത് ഇട്ടിട്ട് പുറത്തേക്ക് വരുന്നു. അത്രേ ഉള്ളൂ. കള്ളനാണ്. അങ്ങനെ ഒരു അഹങ്കാരം നിനക്കില്ല കേട്ടാ. ഇത് കുഴപ്പമില്ലല്ലേ?
നല്ല ഷർട്ടല്ല ഇതോ ആ. ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ ആ. വിവാൽഡിന്റെ ഷർട്ട് വിവാൽഡി അതും സ്വന്തമായിട്ടില്ല. ഒരു വിവാൽഡി എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കമ്പനിയാണ്. അത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ആ ഇതിന് വില എത്ര അറിയോ? ആ. 850 രൂപ ഒരു മാർക്കറ്റിൽ 850 രൂപ ഒരു ഷർട്ടിനാ? ആ. അത് ശരി. ഇത് കണ്ട ആ. ഇതെങ്ങനെയുണ്ട്? ഇത് കുഴപ്പമില്ല, തർക്കടില്ല, നല്ല സാധനമാണല്ലോ. ഇത് കുറച്ച് ലൂസ് ആണോന്നൊരു സംശയം. നല്ല ഫിറ്റ് ആണല്ലോ തനിക്ക്, നല്ല അതെ. ഫിറ്റ് ആണല്ലോ. ഇതെത്ര, ഇത് എവിടെ നിന്ന് എടുത്താ? ഇതാ ആ? ഇത് ഗുരുവായൂരമ്പലം ഗുരുവായൂർ. ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവരും തൊഴാനുള്ള പോക്ക്, ഷർട്ട് എടുക്കാനുള്ള പോക്ക്. എല്ലാരും ഷർട്ട് അയച്ചു വെച്ച് തകത്തേക്ക് തൊഴാൻ പോകുന്നു. ഞാൻ ആ സമയത്ത് അത് ഇട്ടിട്ട് പുറത്തേക്ക് കയറുന്നു. അപ്പൊ ഇതിന്റെ അഹങ്കാരം എനിക്കില്ല കേട്ടോ. എങ്ങനെ കല്യാണമൊക്കെ ആയാ? കല്യാണോ? ആ. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് 10, 6, 7 മക്കളുണ്ടോ? ആ, എനക്ക് കഴിക്കാണ്ട് തന്നെ മക്കളുണ്ടല്ലോ. അത്ര കല്യാണം കഴിഞ്ഞിട്ടില്ലേ? ഇല്ല, ഇപ്പൊ എന്റെ പരിപാടിയിലാണ്. പെണ്ണുകാണാൻ പോവാ? ആ, ഇപ്പൊ പെണ്ണ് കഴിഞ്ഞ നോക്കുന്നുണ്ടോ? ആ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പോയി നോക്കി. നോക്കിയാ ആ. കഴിഞ്ഞ ആഴ്ച പോയിട്ട് വെച്ച് ഭയങ്കര വിറ്റല്ലേ. എന്താ സംഭവം? പെണ്ണ് കാണാൻ പോയി മോനെ. ആ. അത് ചെയ്ത് ചായ കുടിക്കേ ആ. ഇല്ലല്ലോ. ആ. പെണ്ണ് ചായ ആയിട്ട് വന്നില്ലേ? ആ. ഒന്നും ചോദിച്ചില്ല. പെണ്ണ് ചായ ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും ചോദിക്കണ്ടേ? ചോദിക്കാം. ഞാൻ ചോദിച്ചു ചായക്ക് കടിയൊന്നും ഇല്ലേ അത്. ഒരു പെണ്ണോട് പെണ്ണ് കാണാൻ പോയാൽ ഇങ്ങനെ ചോദിക്കാം. എന്താ ആ പെണ്ണോട് ചോദിക്കണ്ടേ, നീ എത്ര വരെ പഠിച്ചു, എന്താ നിന്റെ വീട്ടിലൊക്കെ ആരൊക്കെ ഉണ്ട്, ഇതൊക്കെ ചോദിക്കണ്ടേ? അത് ചോദിച്ചു. ആ. അത് ഇതിന് ശേഷം ചോദിച്ചില്ലേ? എന്ത് ചോദിച്ചു? ഞാൻ ചോദിച്ചു പെണ്ണിനോട് ചോദിച്ചു എത്ര വരെ പഠിച്ചിരുന്നു ചോദിച്ചു. അപ്പൊ അവളെന്ത് പറഞ്ഞു? ആ ഡിഗ്രിക്ക് പഠിച്ചിന്, പക്ഷെ ഒരു പേപ്പർ കിട്ടിയില്ലാന്ന്. അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചു ഡിഗ്രിക്ക് ഏത് പേപ്പറാ വേണ്ട, മാതൃഭൂമി വേണോ, മനോരമ വേണോ, ഇന്ദ്രേഷ് വേണോ, ഏത് വണ്ടിക്ക് ഞാൻ വാങ്ങി കൊടുക്കൂലേ? ഡിഗ്രി കഴിഞ്ഞിട്ട് വേണ്ടേ SLC പാസ്സാവേ? ഞാൻ എമ്മേ, നല്ല BA, BA, പ്രീ ഡിഗ്രി, pre-degree, SLC ഇടോ, SLC, 8ാം ക്ലാസ് 10th class. പോയില്ല. ആ പിന്നെ മറവിറ്റിട്ട് ആടാ ഒരു ഫോട്ടോ, അതിന് ഫോട്ടോ ഉണ്ട്, ഒരു പട്ടാളക്കാരന്റെ ഫോട്ടോ. ഏത് ഈ വീട്ടില് ഫോട്ടോ? ഫോട്ടോകത്ത് ഞാൻ ഓളോട് ചോദിച്ചു അച്ഛന്റെ ഫോട്ടോ തോന്ന്. അപ്പൊ അവളെന്ത് പറഞ്ഞു? ഓള് പറഞ്ഞ അല്ലാതെ. ഞാൻ ചോദിച്ചു ഏട്ടന്റെ ഫോട്ടോ തോന്നിച്ചു. അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ ഏട്ടന്റെ അല്ലാന്ന് അമ്മ അമ്മാവന്റെ ആയിരിക്കും. അതുമല്ല, സുഭാഷ് ചന്ദ്രബോസ് 3 ഫോട്ടോ ഒറ്റക്ക് തൂക്കിട്ട് വേണേ. എടാ നീ ആരോടാ ഈ വർത്താനം പറയുന്നത്? എടാ കണ്ണൂരിലെ ഫേമസ് ഗുണ്ടയായിവൻ. ഉണ്ടയാന്ന്. ഗുണ്ടയല്ലടാ ഗുണ്ട. അറിവനാ? നീ ചോദിച്ചോക്കണ വേണ്ടി. ചോദിക്കട്ടെ? ആ, ഓനെ ഞാൻ വെറുതെ വിടൂല. നീ ചോദിക്ക്. നിങ്ങള് ഗുണ്ടിയാ? അതേപോലെ എടാ നിന്റെ പങ്ങള് ഒരുത്ത സൈറ്റ് അടിച്ചിട്ടില്ലേ ഇന്നാള്? അതാ ഇവനാള്. അറിവനാ? ആ, എന്റെ പെങ്ങളെ സൈറ്റ് അടിക്കാനാ? ആ ഇവനാണ്. ചോദിക്ക്. നിങ്ങൾ എന്റെ പെങ്ങളെ സൈറ്റ് അടിച്ചത് നിങ്ങളെ പെങ്ങളെ ഞാൻ കണ്ണുകൊണ്ട് ഇങ്ങനെ 4 പ്രാവശ്യം കാണിച്ചു. അവനടാ സൈറ്റോട്ട് എടാ നിന്റെ പങ്ങളെയും കൂടിയിട്ട് ഒരുത്ത സിനിമക്ക് പോയിട്ടില്ലേ? അത് ചങ്ങായിയാന്ന്. ഇത് അറിവനാ? ഇവനാണത്. എന്റെ പെങ്ങളെയും കൂട്ടിട്ടാ? ആ നീ ചോദിക്ക്. നിങ്ങൾ എന്റെ പെങ്ങളെ കൂട്ടിട്ട് സിനിമക്ക് പോയിന്? ആ നിങ്ങളെ പെങ്ങളെയും കൂടി ഞാൻ സിനിമക്ക് പോയിട്ടുണ്ട്. ഏത് സിനിമക്കാനോ? തൊമ്മനും മക്കളും. നല്ല പടാ. മമ്മൂട്ടിയുടെ നല്ല. മമ്മൂട്ടി കസറിട്ടില്ല, കസറി. അവനടാ ഇയാളെ പോയി. എടാ ഇങ്ങനെയാ ചോദിക്കണ്ടേ? ഓന്റെ മുഖത്ത് നോക്കിട്ട് അടിക്കണ. അടി കൊടുക്ക്. അടിക്കട്ടെ? കൊടുത്ത നീ എന്റെ ഒരു അടി കിട്ടിയോ? കൊടുക്ക്. തുള്ളി അടിക്കേണ്ടി വരും. തുള്ളി അടി. അടിക്കണ. അടിക്കട. അടി. നീ അടിക്ക. അടിക്കണ ഇടി. അടിക്കണ. അടിക്കട. അടിക്കണ. അടിക്കട. ഇത് അടി. അടിക്കണ. ആ ഇടാ. കൊടുക്ക്. അടിക്കട. എടോ, ഇങ്ങട് വന്ന്. ഇങ്ങട് വന്ന്. ആ, ഇങ്ങട് വന്ന്. ഇങ്ങട് വാടാ. എടോ, ഇവന്റെ പെങ്ങളെയും കൂടി സിനിമക്ക് പോകുന്ന തനിക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അതല്ല ഓളി എന്നെയും കല്യാണം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളു. അതുകൊണ്ടോ? അല്ല നിങ്ങൾ കൂട്ടിക്കോ, അത് പ്രശ്നമില്ല. 25. എന്ത് 25? എന്താണെന്ന് അറിയണം? അറിയണം. അറിഞ്ഞടങ്ങോളൂ. 25 എന്താണെന്ന് അറിയണം. 26 എന്താ ഇത്? 26 വളരെ ഡീസന്റ് എന്താടോ? എന്താ സംഭവം? അറിയണം. എന്താ അറിയണം? അറിഞ്ഞ മതിയാവോ? അറിയണം. 26 എന്താ അറിയണം. സംഭവം? എന്താ 27 27
അല്ല പിന്നെ 99 100. ഹലോ ഹലോ എക്സ്ക്യൂസ് മീ സർ, യെസ് ഇവിടുന്ന് ടെലിച്ചെറിക്ക് ബസ് ഫെയർ എത്ര വരും? തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ലേ? അതെ അതെ. ഇവിടുന്ന് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും. ഉണ്ടാവൂലേ? 50 കിലോമീറ്റർ. ബസ് ചാർജ് വേണോ? ബസ് ബസ് ഫെയർ ചാർജ് ബസ് ചാർജ് ഏതാണ്ട് ഒരു 15 രൂപയ്ക്കാവും. 15 റുപ്പീസ്. ഓൺലി 15 റുപ്പീസ്. ഡീസലിനൊക്കെ ഭയങ്കര റേറ്റ് ഒക്കെയാണ്. അപ്പം 50 റുപ്പീസ് ഉണ്ടാവും. 50 റുപ്പീസിനൊക്കെ ബൈ ചാൻസ് സമയമൊക്കെ ഒരുപാട് വൈകിയല്ലോ, അപ്പൊ നമുക്ക് ബൈ ചാൻസ് ബസ് കിട്ടിയില്ല, കിട്ടിയില്ല, സംഭവിച്ചു സംഭവിക്കാം. ഓട്ടോ ഉണ്ടാവുമല്ലോ അല്ലേ? ഓട്ടോ ഉണ്ടോ? ഓട്ടോ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലം. ഓട്ടോയ്ക്ക് എത്രയാവും? ഓട്ടോയ്ക്ക് ഇവിടുന്ന് പോവാണെങ്കിൽ ഏതാണ്ട് ഒരു 200 റുപ്പീസ് കൊടുക്കേണ്ടി വരും. 200 രൂപ. 200 റുപ്പീസ്? 200 റുപ്പീസ്. ബൈ ചാൻസ് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒറ്റ രാത്രി ഇപ്പൊ ഒരു ഓട്ടോക്കാരൻ ഒരു വിഷയന്റെ കൂടെ വരാൻ സമ്മതിച്ചില്ല, ചിലപ്പോ അങ്ങനെ സംഭവിക്കും. ലോങ് ട്രിപ്പ് ഒക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ടാക്സി പിടിച്ച് ഒരു കാർ പിടിച്ച് പോവുകയാണ്. കാർ പിടിച്ച് എങ്ങനെ പോവാണെങ്കിൽ വരും റെന്റ്? റെന്റ് എന്ന് പറയുമ്പോൾ ഒരു 450 ഒരു 450 രൂപ കൊടുക്കേണ്ടി വരും. ഓൺലി 450 ഓൺലി റുപ്പീസ്. 450. മതിയാവും. അതിരിക്കട്ടെ. അപ്പൊ ചേട്ടൻ പറ, ആ. ഞാൻ എങ്ങനെ പോണം? മനസ്സിലായില്ല. അല്ല, ചേട്ടൻ പറഞ്ഞാലേ ഞാൻ പോകൂ. മനസ്സിലായില്ല. ചേട്ടനോട് പറ, എന്റെ ഒക്കെ കാലത്ത് പറഞ്ഞു തന്നു. ചേട്ടൻ പറ, ആ. ഞാൻ ബസ്സിന് പോണോ, ഓട്ടോയ്ക്ക് പോണോ, കാർ പിടിച്ചു പോണോ? നീ എങ്ങനെയെങ്കിലും പൊക്കോടാ, ഞാൻ എന്നാവട്ടെ. എന്റെ പൊന്നു ചേട്ടാ, ആ. ചേട്ടൻ എനിക്കൊരു 450 രൂപ ഒന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ ഞാൻ കാർ പിടിച്ചു പോകും. ആ. ഒരു 200 രൂപ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഓട്ടോ പിടിച്ചു പോകും. ഒരു 15 രൂപയിൽ തരുവാണെങ്കിൽ ഞാൻ ബസ്സിന് അഡ്ജസ്റ്റ് ചെയ്തോളാം. പിച്ചയാണ് ചേട്ടാ. ഇക്കാലത്ത് ഇങ്ങനെ ഉണ്ടോടാ പിച്ച? ഓടറാ. जुगलबंदी रिमिक्स 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 जुगलबंदी